നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അച്ഛനൊരു ജോലി പറഞ്ഞ ജഗൻ കൃത്യമായി ചെയ്യാറാണല്ലോ പതിവ്. ഇന്നെന്ത് പറ്റി? അത് എനിക്ക് മനസ്സിന് നല്ല സുഖമില്ല ഏട്ടത്തി. അനിയന്റെ അസുഖം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എന്നും വന്ദനെ കാണണം. അയ്യോ, അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. മോളെ വിളിച്ചോണ്ട് പോവാൻ അമ്മ വൈകുന്നേരം വരാം. അതുവരെ മിടുക്കിയായിട്ട് ഇവിടെ ഇരുന്ന് പഠിക്കണം. നല്ല കുട്ടിയെന്ന് പേര് കേൾപ്പിക്കണം. അതെ, അമ്മ പോയിട്ട് വരാം. വന്ദനമ്മ വൈകുന്നേരം വരില്ലേ? ഉറപ്പായിട്ടും വരും. വൈകുന്നേരം വന്ദനമ്മ നേരത്തെ വന്ന് എന്റെ മോളെ കൂട്ടിക്കൊണ്ടു പോരെ? അമ്മ അടുത്തില്ലെങ്കിൽ എനിക്ക് പേടിയാ. വന്ദനമ്മ പോകണ്ട. മോളെ കരയാതെ. ദേ, ഈ കുട്ടികളുടെ അടുത്തൊന്നും അമ്മമാരില്ലല്ലോ. എന്നിട്ട് അവര് കരയാതിരിക്കുന്നത് കണ്ടില്ലേ? ഗുഡ് മോർണിംഗ്. ഇത്രയും വലിയ കുട്ടിയായിട്ട് മോള് വിഷമിച്ച് നിൽക്കുകയാണോ? വിഷമിക്കണ്ട, ഇവരെല്ലാരും കൂടി മോളെ കളിയാക്കും. കുട്ടിക്ക് ഒരു കാലിന് സ്വാധീനക്കുറവുണ്ട്. ഒരു ആക്സിഡന്റ് പറ്റിയതാ. ശരിയായി വരുന്നേ ഉള്ളൂ. പല കാര്യങ്ങൾക്കും ഞാൻ അടുത്തില്ലെങ്കിൽ അവൾക്ക് ബുദ്ധിമുട്ടാ ടീച്ചർ. അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. കുട്ടികളുടെ കാര്യം നോക്കാൻ ടീച്ചേഴ്സ് മാത്രമല്ല ആയമാരും ഉണ്ട് ഇവിടെ. ടെൻഷൻ ആവണ്ട, ഒന്നിനും ഒരു കുറവും വരത്തില്ല. അമ്മമാരിവിടെ നിന്നാ കുട്ടികൾ ബഹളം ഉണ്ടാക്കും. ധൈര്യമായിട്ട് പൊക്കോളൂ. മോളെ, ക്ലാസ് നടക്കുമ്പോ അമ്മയ്ക്ക് മോളുടെ കൂടെ ഇരിക്കാൻ അനുവാദമൊന്നുമില്ല. അമ്മ പോയിട്ട് വൈകിട്ട് വരാം. ടിഫിൻ ബോക്സില് ദേമോൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ അച്ഛമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒന്നും കളയാതെ എടുത്ത് കഴിക്കണം കേട്ടോ? പോട്ടെ. ശരി ടീച്ചർ. ശരി, മോളിങ് വാ. ഇതാണ് മോളുടെ സീറ്റ്. ഇരുന്നു. മോനെ, എന്താ ഉറിയാക്കോട് പഞ്ചായത്തിൽ ചെറിയ പ്രശ്നമുണ്ട്. നീ ഇപ്പൊ തന്നെ അവിടം വരെ ഒന്ന് പോണം. അല്ല, ഉറിയാക്കോട് പഞ്ചായത്തിൽ എന്ത് പ്രശ്നം? നമ്മുടെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം ചന്ദ്രശേഖർ അവിടെ ഉണ്ടല്ലോ. അവിടുത്തെ കാര്യങ്ങളൊക്കെ അയാൾ നോക്കിക്കോളൂ. എടാ, ഈ ചന്ദ്രശേഖരനാണ് പ്രശ്നം. അയാള് നമ്മുടെ പാർട്ടി വിട്ട് ആ തോട്ടപ്പള്ളി സ്റ്റീഫന്റെ പാർട്ടിയിലേക്ക് കൂറുമാറാൻ പോകുന്നു എന്നാണ് സംസാരം. ഞാനത് വിശ്വസിക്കില്ല. അച്ഛൻ കേട്ടത് ശരിയായിരിക്കില്ല. പാർട്ടിക്ക് വേണ്ടി ജീവൻ പോലും കളയാൻ തയ്യാറായിട്ടുള്ളവനാ ഈ ചന്ദ്രശേഖരൻ. അയാൾ കൂറ് മാറാനൊന്നും പോകുന്നില്ല. എടാ, പാർട്ടിയുടെ വളരെ വിശ്വസ്തനായ ഒരു പ്രവർത്തകനാണ് ഈ വിവരം എന്നോട് വിളിച്ചു പറഞ്ഞത്. ദേ, ഉറിയാക്കോട് പഞ്ചായത്തിൽ ഈ പറഞ്ഞ ചന്ദ്രശേഖരനാണ് നമ്മുടെ ശക്തി. പിടികിട്ടിയോ? അയാള് പാർട്ടി വിട്ടു കഴിഞ്ഞാൽ പിന്നെ ആ പഞ്ചായത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കണ്ട. വട്ട പൂജ്യമായി പോകും നമ്മള്. മോനെ, നിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ ഈ പറഞ്ഞ ചന്ദ്രശേഖരൻ? നീ പോയി അവന്റെ പ്രശ്നം എന്താണെന്ന് നീ ആദ്യം അന്വേഷിക്കുക. അടുത്ത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനമാണ് അവന്റെ ഉദ്ദേശമെങ്കിൽ അതങ്ങ് കൊടുത്തേക്കാടാ. നീ ഏറ്റോ. ഡിവിഷനിൽ ജയിച്ചാലല്ലേ പ്രസിഡന്റ് ആവൂ. അച്ഛാ, എനിക്കിപ്പോ വണ്ടി ഓടിച്ച് ഉറിയാക്കോട് വരെ പോകാനുള്ള മൂടൊന്നുമില്ല. പിന്നെ ഞാൻ ആവട്ടെ. അപ്പൊ പിന്നെ ചന്ദ്രശേഖരനെ വിട്ടേക്കാമെന്നാണോ? അല്ല, വേണ്ട.
ഞാനൊന്ന് വിളിച്ചു പറഞ്ഞാൽ മതി, അയാൾ ചാടി പോവുകയൊന്നുമില്ല. ഉം. പിന്നെയുള്ള കാര്യങ്ങള് ഞാൻ ശരിയാക്കി എടുത്തോളാം. നമ്മുടെ പാർട്ടിയുടെ ബലം ക്ഷയിച്ചുകൊണ്ടിരിക്കുക. ഇനി പാർട്ടി പുഷ്ടിപ്പെട്ട അതിന്റെ ഗുണം എനിക്കല്ല, നിനക്കാ. അത് നീ മറക്കരുത്. അച്ഛനൊരു ജോലി പറഞ്ഞ ജഗൻ കൃത്യമായി ചെയ്യാറാണല്ലോ പതിവ്. ഇന്നെന്തു പറ്റി? അത് എനിക്ക് മനസ്സിന് നല്ല സുഖമില്ല ഏട്ടത്തി. അനിയന്റെ അസുഖം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എന്നും വന്ദനെ കാണണം. അത് സാധിച്ചില്ലെങ്കിൽ ഈ അസുഖം മാറാനും പോകുന്നില്ല, ശരിയല്ലേ? ഏട്ടത്തി എന്താ ജ്യോത്സ്യം പഠിച്ചിട്ടുണ്ടോ? ജോത്സ്യൊന്നും പഠിച്ചിട്ടില്ല, പക്ഷെ നിന്റെ മനസ്സ് നന്നായി പഠിച്ചിട്ടുണ്ട്. നീ പോയി വന്ദനെ കണ്ടിട്ട് വാ. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. താങ്ക് യു ഏട്ടത്തി. അല്ല, നിനക്കൊരു മൂടില്ല, ആകെ ഡെസ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് നീ ഇതെങ്ങോട്ടാ പോന്നേ? അത് പിന്നെ ഞാൻ നിർബന്ധിച്ച് പുറത്തേക്ക് പോകാൻ പറഞ്ഞതാ അച്ഛാ. മൂഡ് ഓഫ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കയറി ഇരിക്കുന്നത് ശരിയല്ലല്ലോ. ഒന്ന് പോയി കറങ്ങിയിട്ടൊക്കെ വരട്ടെ, അപ്പൊ ഈ മൂടൊക്കെ അങ്ങ് ശരിയാവും. നീ നിർബന്ധിച്ചപ്പോ അവൻ കറങ്ങാൻ പോകുന്ന സമ്മതിച്ചു, അത് നന്നായി. ഏതായാലും അവള് പറഞ്ഞതല്ലേ, എന്റെ മോൻ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നീറ്റായിട്ട് പോ. ആ ചേട്ടത്തി പറഞ്ഞ അതൊക്കെ അനുസരിക്കണം. ചെല്ല്. ആ ഈശ്വര, അവന്റെ മൂഡ് ഓഫ് ഒക്കെ ഒന്ന് പെട്ടെന്ന് മാറിയാ മതിയായിരുന്നു. മോൾ അവനെ നിർബന്ധിച്ചു പറഞ്ഞു വിട്ടത് നന്നായി. ഇക്കണക്കിന് പോയാ ജഗന്റെ മൂഡ് ഓഫ് ഒക്കെ മാറും. പക്ഷേ അത് കഴിഞ്ഞ അമ്മാവന്റെ അവസ്ഥ എന്താവൂന്ന് ഓർത്താ എന്റെ ആശങ്ക. എന്താണ് അവൾ ഉദ്ദേശിച്ചതിന്റെ അർത്ഥം? രാഗീബ്, നീ എന്നെ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കാതെ. ദിയമോളെ ഇപ്പൊ തന്നെ കൊണ്ടുവരണമെന്നൊക്കെ വാശി പിടിച്ചാ അതൊക്കെ നടക്കുന്ന കാര്യമാണോ? കൂട്ടിക്കൊണ്ടുവന്ന് നിന്റെ കൈകളിൽ ഏൽപ്പിക്കാം. അതിനെനിക്കൊരല്പം സമയം വേണം, പ്ലീസ്. നീ ഒന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കേ. എന്റെ മനസ്സ് നീ എന്തുകൊണ്ട് ഓർക്കുന്നില്ല? എനിക്ക് ഒരു പോള കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല. കണ്ണുരുട്ടി പൊട്ടിച്ചിരിച്ചോണ്ടാ അമ്മയുടെ വരവ്. ദിയമോളെ എവിടെയെന്ന് ചോദിച്ച അലർച്ച എന്റെ കഴുത്തിനാ കുത്തിപ്പിടിക്കുന്നത്. എന്റെ രാഗി, അതൊക്കെ നിന്റെ വെറും തോന്നല, വെറും അന്ധവിശ്വാസങ്ങൾ മാത്രം. നിർത്ത്. ഞാൻ അനുഭവിക്കുന്ന ടെൻഷൻ എനിക്കല്ലേ അറിയൂ. അമ്മയുടെ ആത്മാവ് ഇവിടെ തന്നെയുണ്ട്. ദിയമോളെ ഞാൻ ഏറ്റെടുത്തില്ലെങ്കിൽ അമ്മ എന്നെ കഴുത്ത് ഞെരിച്ചു കൊന്നിരിക്കും. അമ്മയുടെ കൈകൊണ്ട് മകള് കൊല്ലപ്പെട്ട വാർത്ത നാളത്തെ പത്രത്തിൽ അച്ചടിച്ചു വരും. ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടി പറയാനാ? ജീവിച്ചിരിക്കുന്ന ശത്രുവായിട്ട് ഏറ്റുമുട്ടാം, ഇത് ആത്മാവുമായിട്ട് ഏറ്റുമുട്ടാൻ പറ്റുമോ? അമ്മയുടെ ആത്മാവൊന്ന് ഉപദ്രവിക്കോ അത്രേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.